ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ 20 ഡേയ്സ് ചലഞ്ച് കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. ചലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു. കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ ആദ്യം 75 ഡേയ്സ് തുടങ്ങുന്ന സമയത്തൊക്കെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, 75 ഡേയ്സ് അല്ലേ, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ, മീൻസ് എന്താ പറയുക, അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ കാണുമ്പോൾ. ഇല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ഹാർഡ്നെസ്, ഇല്ലെങ്കിൽ എന്താ പറയുക, നല്ല ഹാർഡാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എങ്ങനെയെങ്കിലും ഒരു 20 ഡേയ്സ് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളത് മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 10-15 ദിവസം എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ ക്രേവിങ് ഒന്നുമില്ല, പക്ഷെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ദേഷ്യം വരിക, ഇല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. അതൊന്ന് എന്താ പറയുക, എനിക്കറിയത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കര ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ക്രേവിങ്സ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കണം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഈ ഇമോഷൻ കൺട്രോളിങ് ചെയ്യലായിരുന്നു കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ഇപ്പോഴാണെങ്കിലും മീൻസ് കംപ്ലീറ്റ് ചെയ്തു, പെട്ടെന്ന് പോയി ഒരു ജങ്ക് ഫുഡ് കഴിക്കാം, ഇല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കണം, ഇല്ലെങ്കിൽ സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കണം, അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഒരു നോർമൽ ന്യൂട്രൽ ഒരു ഇത് തന്നെയാണ്. അങ്ങനെ വലിയ ക്രേവിങ്സും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇപ്പോഴാണെങ്കിലും എന്താ പറയുക, ചോക്ലേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിലും ഒന്നും കഴിക്കാനോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ഇതാണ്. പക്ഷേ കുറച്ചും കൂടെ ഇമോഷൻ മീൻസ് നമുക്കിപ്പോൾ ഒരു ബാരിയർ ഇല്ലല്ലോ, എനിക്ക് ഇതേ കഴിക്കാവുള്ളൂ എന്നല്ലാത്തത് കൊണ്ട് ആ ഒരു സ്ട്രെസ് ഇല്ലെങ്കിൽ എന്താ പറയുക, ഇമോഷൻ കൺട്രോളിനെ ഒരു എന്താ പറയുക ഒന്ന് ബേസ്റ്റ് ഔട്ട് ആയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഇത് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പും ഡയറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഇല്ലെങ്കിൽ ഒരു 6 ഡേയ്സ് ഇത് ചെയ്യും, ഡയറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചീറ്റ് മീൽ, അന്ന് നല്ല അടിപൊളിയായിട്ട് അടിച്ചു കയറ്റും. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒക്കെ ആണെങ്കിലും ഞാൻ ഏകദേശം ഒരു 10-12 കിലോ കുറച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്നേരം ഒന്നും എൻ്റെ ഈ ബാക്കിൽ ഈ സൈഡിൽ ആ ഒരു പോർഷനിൽ എന്താ പറയുക ഫാറ്റ് കുറയാനായിട്ട് എനിക്ക് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-2.5 വർഷമൊക്കെ ആയിട്ടുണ്ട്. അന്നേരം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും കരയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈ ഫാറ്റ് കുറയുന്നില്ല. പക്ഷെ എനിക്കറിയത്തില്ല മാജിക് ആണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ 20 ദിവസത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് അവിടുത്തെ ഒരു ഫാറ്റ് ബേൺ ആവുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ മാസ് ഡിഫറൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പണ്ടത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പം അത് എന്താ പറയുക ലൂസ് ആവുന്നുണ്ട്. അത് ഞാൻ ഷുഗർ കഴിക്കാത്തതാണോ, ഈ 20 ദിവസം കണ്ടിന്യൂസ്ലി ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാതെ കണ്ടിന്യൂസ്ലി എടുത്തുകൊണ്ടാണോ എന്നറിയത്തില്ല, അതെന്നെ പിടിച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഫാറ്റ് ഉണ്ടല്ലോ, അത് കുറയില്ല എന്ന് ഞാൻ വിചാരിച്ചു. മീൻസ് മനസ്സിൽ നമ്മളൊരു ഇതിൽ ഒരു പോയിന്റിലെത്തൂല്ലോ, അതിനി എന്ത് ചെയ്താലും കുറയത്തില്ല, ആ ഒരു പോയിന്റിലായിരുന്നു ഞാൻ. പക്ഷെ അത് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഹോ ഗോഡ്, എന്താ പറയുക, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അതൊരു ബെനിഫിറ്റാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്നില്ല, ഷുഗർ കഴിക്കാൻ അങ്ങനെ തോന്നുന്നില്ല, അതൊരു വേറെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം 4 ലിറ്റർ വെള്ളം ഒരു എഫോർട്ടും എടുക്കാതെ എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ ചെറിയ കുറച്ച് എന്താ പറയുക വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ കൊളീഗ്സ് ഒക്കെ പറഞ്ഞു. എനിക്കങ്ങനെ പ്രത്യേകിച്ച്, കാരണം ഞാൻ എന്നും കാണുന്നൊരു എൻ്റെ ഫേസ് തന്നെ ഞാൻ എന്നും കാണാറില്ല, എനിക്ക് അത്ര വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ കൊളീഗ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ, അതെനിക്ക് തോന്നുന്നു വെള്ളം കുടിക്കുന്നതിൻ്റെ ആയിരിക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടിയത്. പിന്നെ എനിക്ക് മാത്രമല്ല, ഞാനിത് ഫുഡ് കഴിക്കാത്ത കാരണം എൻ്റെ വീട്ടിലുള്ളവരും പുറത്തു പോകുന്നുണ്ടായിരുന്നില്ല, കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അജയ് ചേട്ടനും പറയണു, അജയ് ചേട്ടൻ്റെ ബോഡിയിൽ ഭയങ്കര വലിയ മാറ്റം, ഇല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്തു, ഇനി എല്ലാ ആഴ്ചയിലും പുറത്തു പോയി കഴിക്കത്തില്ല, മന്ത്ലി 1 ടൈം മാത്രമേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് വെയിറ്റ് ലോസ് നോക്കുവാണെങ്കിൽ എനിക്ക് 2.5 കിലോയാട്ടോ കുറഞ്ഞിട്ടുള്ളൂ. ഈ 20 ഡേയ്സിൽ 2 ടൈം വർക്കൗട്ട് ചെയ്തെങ്കിലും എനിക്ക് വെറും 2.5 കിലോയെ കുറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയിൽ അത്ര വലിയ ഫാറ്റ് ഇല്ല ഇപ്പം, വളരെ കുറവാണ് ഫാറ്റ്. ഒരു 62-ലൊക്കെ നിന്ന സമയത്ത് സടപടേന്ന് വെയിറ്റ് കുറയുമായിരുന്നു പെട്ടെന്ന്. ഇപ്പോൾ വെയിറ്റ് കുറയാൻ കുറച്ച് പാടാണ്, കാരണം അങ്ങനെ വലിയ കാര്യമായിട്ട് ഫാറ്റ് ഒന്നും ഇല്ലാത്ത കാരണം
ഒരു ചെറിയ എമൗണ്ട് എനിക്ക് കുറയത്തുള്ളൂ. ഇപ്പം എത്ര കഷ്ടപ്പെട്ട് കിടന്ന് ഡയറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ എന്ത് ചെയ്താലും എനിക്കൊരു കുറച്ച് എമൗണ്ടേ ഇപ്പം കുറയത്തുള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതും നമ്മൾ നോർമൽ കേരള ഫുഡ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നിങ്ങൾ നോക്കിയറിയാം, മാമ്പഴ പുളിശ്ശേരി ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പവും സ്റ്റൂവും കഴിച്ചിട്ടുണ്ട്. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഫ്രൂട്ട്സ് ആണെങ്കിലും മാംഗോ, പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് ഡയറ്റീഷ്യൻസ് പറയുന്നത്. കാരണം ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ എന്താ പറയുക വെയിറ്റ് കൂടാനുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും. അതുപോലെ നട്ട്സ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു നട്ട്സ് കഴിക്കായിരുന്നു, അതും ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ലൂസ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഒത്തിരി വെയിറ്റ് കുറഞ്ഞു പോവലെന്ന് ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വക ഫുഡുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് കാണിക്കണമായിരുന്നു നമ്മുടെ നോർമൽ ഇന്ത്യൻ ഫുഡ് കഴിച്ചാലും ഇതൊക്കെ കഴിച്ചാലും നമ്മുടെ വെയിറ്റ് കുറയും എന്നുള്ളത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാനൊരു എന്താ പറയുക ഇങ്ങനത്തെ, അതായത് എല്ലാ ടൈപ്പ് ഫുഡും കഴിച്ചുകൊണ്ടിരുന്നത്. മാമ്പഴ പുളിശ്ശേരി ആണേലും എന്താ പറയുക സ്റ്റൂ ആണേലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ രണ്ട് അപ്പം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഗോതമ്പിൻ്റെ അട എടുത്തിട്ടുണ്ടായിരുന്നു, ശർക്കരയും തേങ്ങ വെച്ച്. ഇതൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്താ പറയുക ഒരു മാസ് ഡിഫറെൻറ്റ് വെയിറ്റ് ഗെയിൻ ഒന്നും ഉണ്ടാവത്തില്ല. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കഴിച്ചാലും നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന പോർഷൻ്റെ പുറത്താണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നേരം എടുത്തത് 2 അടയായിരുന്നു. ആ സമയത്ത് ഒരടയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ 2 അപ്പം കഴിച്ചായിരുന്നു. ആ സമയത്ത് ഒരപ്പം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിലും ബെറ്റർ റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളും അതിൻ്റെ അകത്ത് എന്താ പറയുക നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ റിസൾട്ട് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് കിട്ടും കേട്ടോ. പൊതുവേ എനിക്ക് വെയിറ്റ് കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് തൈറോയ്ഡ് ഉള്ളൊരു വ്യക്തിയാണ്. ഞാൻ കണ്ടിന്യൂസ്ലി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പാടാണ് വെയിറ്റ് കുറയുക എന്നുള്ളത്. ഒരു ഇച്ചിരി ടാസ്ക്കാണ് എനിക്ക് വെയിറ്റ് കുറയുക എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, 62 കിലോയിലൊക്കെ നിന്ന സമയത്ത് പെട്ടെന്ന് അതായത് പെട്ടെന്നൊരു എന്താ പറയുക നമ്മളൊരു ഈ ജങ്ക് ഫുഡ് ഇല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അന്നേരം കുറയും. പക്ഷെ ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ഇത് വെയിറ്റ് കുറയാനായിട്ട്. അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സപ്ലിമെന്റ് എടുക്കുന്നുണ്ടായിരുന്നു ഈ ഡയറ്റ് ചെയ്യുന്ന. ഞാൻ എപ്പോഴും ഡയറ്റ് ചെയ്യുന്ന സമയത്ത് സപ്ലിമെന്റ്സ് എടുക്കും കേട്ടോ. ബയോട്ടിനും വിറ്റാമിൻ ഇയും അതുപോലെ എന്താ പറയുക നമ്മുടെ omega-3 അങ്ങനത്തെ സാധനങ്ങളൊക്കെ. നിങ്ങൾ ഞാൻ ഇതൊക്കെ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം ഡയറ്റ് എടുത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം. അവർ പറഞ്ഞു തന്ന ഒരു രീതിയിലായിരുന്നു ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നാട്ടിലുള്ളവർക്കൊന്നും വിറ്റാമിൻ ഡിയുടെ ഒരു ആവശ്യമില്ല. ഞാൻ ഇവിടെ UK-യിലായതുകൊണ്ടാണ് വിറ്റാമിൻ ഡി എടുക്കുന്നത്. ഇവിടെ എടുത്തില്ലെങ്കിൽ നല്ല ഡെഫിഷ്യൻസി ആയിരിക്കും. കാരണം സൂര്യനെ കാണുന്ന വല്ലപ്പോഴുമാണ് ഇവിടെ, ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ടായിരുന്നു വിറ്റാമിൻ ഡി എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ എപ്പോഴും നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഏതെങ്കിലും ഒരു എന്താ പറയുക കൺസൾട്ടിങ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെയോ ഇല്ലെങ്കിൽ ഇത് പ്രോഗ്രാം ചെയ്യുന്ന ഒരാളെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചില ഫുഡുകളൊക്കെ എന്താ പറയുക ഈ ഇൻഫ്ലമേറ്ററി ആണ്. ഫോർ എക്സാമ്പിൾ ബ്രൊക്കോലി ഇല്ലെങ്കിൽ നമ്മുടെ പാലൊക്കെ, അതായത് എന്താ പറയുക അതിന് സ്പിനച്ച് എന്ന് പറയുന്ന സാധനം, അത് ക്യാബേജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇൻഫ്ലമേഷൻ തരുന്നൊരു സാധനമാണ്. അപ്പം നമ്മുടെ ഡയറ്റ്, അതായത് ചിലർക്ക് PCOD കാണും, ചിലർക്ക് തൈറോയിഡ് കാണും, അങ്ങനത്തെ കുറേ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ഇത് കാണുമല്ലോ. അപ്പം ഇതൊക്കെ ഉള്ളവർ ആരാണെങ്കിലും ഒന്ന് ഇതെടുക്കുന്നത് നല്ലത്. കാരണം നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കുറയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഡയറ്റീഷ്യനെ കണ്ട് ഇത്, അതുപോലെ തന്നെ നമുക്ക് എടുക്കേണ്ട സപ്ലിമെന്റ്സ് നമ്മളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡയറ്റീഷ്യനോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിലും ഇപ്പം യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഒത്തിരി ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡോക്ടേഴ്സിൻ്റെയും കുറേ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ
ബെറ്റർ ആണ് നമുക്ക് 1 to 1 പേഴ്സൺ വെച്ചിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ബെറ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ പറയുന്നത് ഒരു ബേസിക്, അതായത് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയുള്ളതായിരിക്കും. നമ്മുടെ കണ്ടീഷൻ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആ ഫുഡിൻ്റെ അകത്ത് ആപ്റ്റ് ആവണമെന്നില്ല. അപ്പം അതൊരു എടുക്കുന്നത് ബെറ്റർ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അത് വേറൊരു കാര്യം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കുറച്ചും കൂടി കൂടുതൽ വീഡിയോസ് ഞാൻ ഇടാം. ഞാൻ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.